അച്ചമ്മീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ രാവിലെ തന്നെ ഇന്ന് തിരക്കിട്ട പണിയാണ്. ബിന്ദു മീൻ മുറിക്കുന്നുണ്ട്. സാനി എന്നൊക്കെ അറിയാപ്പില്ല. എന്നാ സാനി വേണ്ടിരിക്കുന്നേ? അവർ ഹായ് പറഞ്ഞാട്ടെ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ വിശക്കുന്നവൻ്റെ മിഴി നനയാതിരിക്കാൻ ഹൃദയപൂർവ്വം എന്ന ഒരു പരിപാടിക്ക് നമ്മളെ ചങ്ങായിമാർ DYFIൻ്റെ ചങ്ങായിമാർ ഇന്നലെ ഇവിടെ വന്ന് പറഞ്ഞല്ലോ എന്തോ. അപ്പോൾ അവർക്ക് ചോറ് കുറച്ച് ചോറ് കൊടുക്കണം. ആശുപത്രിയിലേക്കും അവരെല്ലാം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ചോറ് കൊടുക്കണം. അതിന് നമ്മൾ പെട്ടെന്ന് രാവിലെ തന്നെ എല്ലാം സെറ്റാക്കും ഇന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു പാർട്ടിൻ്റെ പരിപാടി ആയതുകൊണ്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു ജീവകാരുണ്യ പ്രവർത്തനം അല്ലേ? അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളൊരിതാണ്. അപ്പം അതിൻ്റെ പേരെന്നെ ഇങ്ങനെയാണ്, ഇങ്ങനെ വിശക്കുന്നവൻ്റെ മെയ് നനയാതിരിക്കാൻ ഹൃദയപൂർവ്വം അല്ലേ? ഒരു പൊതിച്ചോറ് ആശുപത്രിയിലുള്ളവർക്കും അവരെ കൂടെ നിൽക്കുന്നവർക്കും എല്ലാം ഉള്ള ഒരു പൊതിച്ചോറിൻ്റെ ഒരു പരിപാടി അല്ലേ? അപ്പം ഞാനും ഇതേപോലെ പിന്നെ അച്ഛൻ ആശുപത്രി കിടന്ന സമയത്ത് എനിക്ക് മുസ്ലിം ലീഗിൻ്റെ അവരുണ്ടല്ലോ, CH സെൻറ്ററിൻ്റെ അവർ ചപ്പാത്തി ഇതെല്ലാം കൊണ്ട് തന്നിട്ട് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഒരാഴ്ചയോളം ഞാൻ അതെല്ലാം കഴിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള നല്ല പരിപാടികൾ അത് ഏത് പാർട്ടി ചെയ്യുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം അല്ലേ? കാരണം നമുക്ക് ഒരു പൈസ കൊടുത്തിട്ടോ ഒന്നും ആരും സഹായിക്കാനൊന്നും പറ്റൂല. കാരണം നമ്മളെല്ലാം അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കെന്നാ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് അവർക്കും കൊടുക്കും അല്ലേ? അതാണ് അങ്ങനത്തെ ഉള്ള നല്ല കാര്യങ്ങൾ പരമാവധി എല്ലാവരും ചെയ്യുക. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാവരും ചെയ്യുക അല്ലേ? സാനിയുടെ തിരക്കിട്ടുള്ള പണിയാണ്. സാനി എന്താ ഉണ്ടാക്കുന്നത്? സാനിൻ്റെ ഒക്കെ വെറൈറ്റി മുട്ട ആംപ്ലേറ്റ് ആവുമല്ലോ. അപ്പോൾ സ്പെഷ്യലി പൊതിച്ചോറിൽ വെക്കാൻ വേണ്ടിയിട്ടല്ലേ? നമുക്കിത് പിന്നെ ഒരു 2-3 പൊതിച്ചോറ് കൊടുക്കൽ വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല അല്ലേ സാനി? പക്ഷേ ഇതെന്നാന്നാ സാനി ഇതിൻ്റെ എല്ലാം ശരിയായ ഇതെന്നാ നമ്മൾ ചിലപ്പോൾ ഒരു മാസം 2 ആഴ്ച ഇങ്ങനെയെല്ലാം ആശുപത്രിയിൽ കിടന്ന് ഒരുപാട് പൈസയെല്ലാം പോയിട്ടുണ്ടാവും. അവരെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയെല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സമയത്തായിരിക്കും ആ ഒരു ചോറ് കിട്ടുമ്പം പിന്നെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ 2 ചോറെല്ലാം വാങ്ങിക്കുന്ന പൈസ കൊണ്ട് അന്നത്തെ മരുന്ന് മേടിക്കാനുള്ള പിന്നെ പൈസ ഉണ്ടാവും അല്ലേ? അത്രയും നമുക്ക് ലാഭിക്കാൻ കഴിയുമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം നമുക്കൊന്നും പൈസയൊന്നും കൊടുക്കാൻ കഴിയില്ല അല്ലേ? അച്ഛനെല്ലാം അന്നന്ന് പണിയെടുത്തിട്ട് ഇതാക്കുന്നില്ലേ അല്ലേ? നീ ഉള്ളി മുറിക്കുമ്പോൾ കരയുന്നുണ്ടാ? കണ്ണുന്നോളം വരുന്നുണ്ടാ? സാറല്ല, അതെല്ലാം ഇനി കുറച്ച് വലുതാകുമ്പോഴത്തേക്ക് എല്ലാം ശീലമായി റെഡിയായി വന്നുള്ളൂ കേട്ടോ. അപ്പം വേഗം പെട്ടെന്ന് നോക്ക്. നമുക്ക് അച്ഛനെനിക്ക് ഇതും കഴിഞ്ഞിട്ട് പണിക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് പരിപാടിയെല്ലാം പെട്ടെന്ന് വേഗം ഫാസ്റ്റ് ആക്കട്ടാ. അതുപോലെ തന്നെ ഒരാളിവിടെ രാവിലെ തന്നെ വയലിൽ പോയി ഇലയും മുറിച്ചിട്ട് വന്നിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ. രാവിലെ എണീച്ചുകൊണ്ട് സനു ഹായ്. രാവിലെ തന്നെ പോയോണ്ട് വന്നിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. നാട്ടിലെ എല്ലാവരും ഇപ്പം ഈ സമയത്ത് തിരക്കിലായിരിക്കും. കാരണം രാവിലെ ആ ചോറുണ്ടാക്കി കൊടുക്കേണ്ട തിരക്കിലതാ. അമ്മയത് അപ്പുറത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു. രാവിലെ തന്നെ പുറത്തെ അടുത്തുനിന്ന് എത്തിക്കുന്നുണ്ട്. എന്തെല്ലാം ഉണ്ടാക്കുന്നത്? മസാലക്കറി, മീൻകറി, കപ്പക്ക വറവ് അല്ലേ? നമ്മൾ നാച്ചുറലായിട്ടുള്ള കപ്പക്ക വറവ്, പിന്നെ സാനിൻ്റെ വക ഓംലേറ്റും അല്ലേ? സാനിൻ്റെ ആംപ്ലേറ്റിൻ്റെ ഏകദേശം എല്ലാം മുറിച്ചിട്ടായി തോന്നുന്നു അല്ലേ? ഇത് സാനിയ ഉണ്ടാക്കുന്ന വെച്ചിട്ട് തിന്നാൻ കയ്യിലാണെന്ന് ആരും വിചാരിക്കൊന്നും വേണ്ട. സാനീൻ്റെ നല്ല അടിപൊളി ഓംലേറ്റാണ്. സാനിയെ പോക്കി പറയുന്നല്ല അല്ല. സാനി അച്ഛൻ ആംപ്ലേറ്റ് ഉണ്ടാക്കി തരുത്തുണ്ട്, ചായ ഉണ്ടാക്കി തരുത്തുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പണിയെല്ലാം സാനി എടുക്കലുണ്ട്. അപ്പം DYFIൻ്റെ ഈ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പരിപാടിനെ നമ്മൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. DYFIൻ്റെ എന്നല്ല, ഏതൊരു പാർട്ടി ആയാലും ഏതൊരു സംഘടന ആയാലും നമ്മൾ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന പിന്നെ ഏത് സംഘടനയെയും നമ്മളെപ്പോഴും സ്വാഗതം ചെയ്യണം. അവർക്ക് നമ്മളൊരു കൈ സഹായം ചെയ്യുക തന്നെ വേണം. കാരണം പൊതുവേ ജനങ്ങളെല്ലാം പിന്നെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കാർ അടിയുണ്ടാക്കാനും മറ്റുള്ളതിനെല്ലാം ആണ് ആ ഒരു ഭാഗം മാത്രമേ എപ്പോഴും കാണുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ആരും അവരെ കണ്ണിൽ കാണാൻ ശ്രമിക്കാറില്ല. അപ്പോൾ പാർട്ടിയോ മതമോ ഏതോ ആയിക്കോട്ടെ, നമ്മളിങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരെ മുഴുവനായിട്ട് എല്ലാ ജനങ്ങളും സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. മീൻകറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി എന്നാ വരുന്ന മസാലക്കറി ആണല്ലേ? മസാലക്കറിക്ക് വേണ്ട സാധനങ്ങൾ മുറിച്ചിടാം. മസാലക്കറിക്ക് വേണ്ട സാധനങ്ങൾ
നമുക്ക് മസാല കറിയാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം തക്കാളി ഉള്ളി ഇതെല്ലാം മിക്സ് സാനിതാ കപ്പക്കയുടെ കൊണ്ടിട്ട് അമ്മ കപ്പക്കയുടെ എടുത്ത് തോരളി. നമ്മളെ കപ്പന്ന് നിറച്ച് കപ്പക്കയാണ്. നമ്മളാ കപ്പ ചെയ്യാമല്ലേ? ഇതിനകത്തുള്ളതാണ്. കുറേ കപ്പക്ക അതിനായിരുന്നു. അമ്മ എപ്പം വന്ന് കുറച്ചുകൊണ്ട് നോക്കാം. നല്ല ചോന്നുള്ളിയായതുകൊണ്ട് നല്ല കണ്ണരിച്ചലുണ്ട് തോന്നുന്നു അല്ലേ? ബിന്ദുവിൻ്റെ സാനിൻ്റെ എല്ലാം കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടായില്ല, പക്ഷെ ഇത് നല്ല എരി. ഇത് നല്ല ഉള്ളിയാണ് ഇപ്പം വന്നത്. സാനി വെറുതെ കരഞ്ഞ ഉള്ളി മുറിക്കുമ്പോൾ സാനി അധികം എന്നാ വേണ്ടിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വെൽഡിങ്ങിൻ്റെ പണിക്ക് വന്ന കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് സാനി ചില സമയത്ത് പിന്നെ ഉള്ളി അരിയുക. ഇത് അതിനേക്കാളും ഇവിടെ ഉണ്ട്, ഇത് അങ്ങനെ എരിവുണ്ട്. ഇത് ചൂടുവെള്ളത്തിൽ ആദ്യം ഇട്ട് ആക്കിയാൽ ഇങ്ങനെ പൊന്തി വരും. എന്നിട്ടത് നല്ലോണം പച്ചവെള്ളത്തിൽ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെക്കണം. മസാലക്കറി ആക്കുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. നല്ലോണം തീരെ ഇതിൻ്റെ വെള്ളം കളയണം. നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ വലുതായാൽ കഷ്ണാടെ വെക്കുക എല്ലാവരും. ഇവരൊന്നും അങ്ങനെ കഷ്ണം തോന്നില്ല. ഈ സോയാബീനിലും കുട്ടികൾ നല്ലതാണല്ലേ? കുട്ടികൾ കഴിക്കുന്നത് നല്ലതാണ്. കഴിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഇവർ കഷ്ണം മാറ്റി വെക്കുക. അതുകൊണ്ട് ചെറുങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ ചോറ് ഏകദേശം റെഡി ആകാനായിട്ടുണ്ടല്ലോ സാനി? അപ്പുറത്തെല്ലാം തിരക്കിട്ട പണിയാണ്. ആദ്യമെല്ലാം ചോറുണ്ടാക്കുന്നുണ്ട്. സാനി ഇത് തൊഴിലാളിയാൻ കിട്ടാത്തതുകൊണ്ട് ഇവിടെ വെച്ച് പോയിട്ട് അവൾ അതുകൊണ്ട് സാനീനെ ക്യാമറ പിടിക്കാനായിട്ട് ഞാനിത് മുറിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ഒരു 9-10 മണിയാകുമ്പോഴത്തേക്കെല്ലാം അവർ വരും തോന്നും വാങ്ങാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പ്രവർത്തകരെന്ന് പറയുന്നത് പിന്നെ സലാഹുദ്ദീൻ, പിന്നെ ജീവ രാജേഷ്, രാകേഷ്, പിന്നെ അതേപോലെ തന്നെ സുകേഷ്, സന്തോഷാട്ടൻ, ഇവരെല്ലാം. ചെറിയ കപ്പയാലും പാട് കുരുണ്ടല്ലേ കംപ്ലീറ്റ് തെറ്റി. ഒരുപാട് പണിയുണ്ട് അത്രേ. രാവിലെ ഇനി പക്ഷിക്കലും തീക്കലും കൊടുക്കാൻ്റെ അത്ര അവരുടെ മേലെ നിന്ന് വിശന്ന് വൃത്തിയാക്കുന്നുണ്ട്. ഞാൻ മസാലക്കറി ആക്കാൻ വേണ്ടി തേങ്ങ വറുക്കണം. മസാലേൻ്റെ കഷ്ണമെല്ലാം അടുപ്പത്ത് വെച്ച് ചട്ടത്തിന് പുറത്തുനിന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേകുന്നുണ്ട്. അപ്പോഴത്തേക്ക് തേങ്ങ വറുത്തിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. സുഭാഷയുടെ പോന്നേലെടുത്ത് ചോറിനറിലാക്കിയിട്ട് ചേക്കാക്കണ്ടാണ്. ഈ പൊതിയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം. അതുകൊണ്ട് ഓറ് പോന്നേലെടുത്ത് പൊതിയാൻ വേണ്ടിയിട്ട് അവിടെ തിരക്കിട്ടെടുക്കുന്നുണ്ടാണ്. ചൂടുള്ള ചോറാണ് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ സാനിൻ്റെ അടിപൊളി ഓംലേറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുണ്ട്. 3 ചോറാണ് നമ്മൾ കൊടുക്കുന്നത്. കപ്പക്ക വറവ്, സമയം 8:15 കഴിഞ്ഞു. അപ്പോൾ പണിക്ക് പോകാനുള്ള ടൈമുമായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് പാക്ക് ചെയ്ത് തീർക്കണം.
പണിക്ക് പോകാൻ തിരക്കായി അതുകൊണ്ടാണ് കുറച്ച് സ്പീഡായി പോയത്. അങ്ങനെ നമ്മളെ ചോറ് പൊതിച്ചോറ് റെഡിയാക്കിയിട്ട് നമ്മളെ സാധനം ഇവർ കാണാൻ വേണ്ടി വെക്കുന്നത് ചോറ് എടുത്തോക്കാം. രാവിലെ സുഭാഷാട്ട പാക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് പോകാനിടയ്ക്ക് പാക്ക് ചെയ്ത് വെച്ചിരുന്നുണ്ട്. കണക്ക് പാക്ക് ചെയ്യാൻ അറിയില്ല.